ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷെ അമ്മേ, ഓരോ മാരണങ്ങളും ഒഴിപ്പിച്ചു വിടുമ്പോ പുതിയ പുതിയ മാരണങ്ങൾ ഇങ്ങനെ വന്ന് കേറിക്കൊണ്ടിരിക്കയല്ലേ. ഇപ്പൊ വന്ന് കേറിയിരിക്കുന്നത് ആ റോഹന. അവൻ നമുക്കിട്ട് നല്ല പണി വെക്കുന്നുണ്ട്. നമ്മളിനി എന്ത് ചെയ്യും രാജു? നമുക്ക് നോക്കാം മാഡം, എന്താ ചെയ്യാൻ പറ്റുമെന്ന. തൽക്കാലം ദിവ്യയും കുഞ്ഞിനും കൊണ്ട് മാഡം ഗസ്റ്റ് റൂമിലോട്ട് ചെല്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. ചെല്ലും മാഡം. ദിവ്യേ, വാ, വിഷമിക്കാതെ. രാജു, ഞാൻ ഇറങ്ങട്ടെ. ആ ശരി തിരുമേനി. ആ രാജു, പ്രതാപേട്ടന്റെ മേൽനോട്ടത്തില് DNA ടെസ്റ്റ് നടത്തിയത് കുഞ്ഞു ദീപകിന്റേതാണെന്ന് തെളിയില്ലേ? ഇത്രയൊക്കെ അംബിക മാഡത്തിനും ദീപകിനും ചെയ്യാൻ കഴിയുമെങ്കിൽ ആ DNA ടെസ്റ്റും അവർക്ക് അട്ടിമറിക്കാൻ കഴിയും. നമുക്ക് നോക്കാം മാഡം, എന്ത് ചെയ്യാൻ കഴിയുമെന്ന. ആ കുഞ്ഞിന്റെ നല്ലതിനു വേണ്ടി നമുക്ക് പോരാടാം. സത്യം പറഞ്ഞ ഇപ്പോഴും ഒരു ആശ്വാസമായത്. ആ എരണം കെട്ടവള് തലേന്നൊന്നും ഒഴിഞ്ഞല്ലോ. എന്നാലും അമ്മയുടെ മാസ്റ്റർ പ്ലാൻ ബ്രില്യന്റ് ആയിരുന്നു. അമ്മയുടെ ബുദ്ധി സമ്മതിച്ചെന്നേ പറ്റൂ. കറക്റ്റ് സമയത്തല്ലേ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് ആ ഡോക്ടറുടെ എൻട്രി. ആ രാജു DNA റിപ്പോർട്ടുമായിട്ട് വന്നപ്പോ ഞാൻ പെട്ടു തന്നെ വിചാരിച്ചതാ. എല്ലാവരുടെ മുന്നിലും എനിക്കൊരു അച്ഛനാവാൻ കഴിയില്ലെന്നൊരു നാണക്കേട് ചുമക്കേണ്ടി വന്നെങ്കിലും അതിലും വലിയൊരു വിഴുപ്പ് തലേന്ന് പോയതിന്റെ സമാധാനത്തിലാ ഞാൻ. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്. എന്ത് സംശയം? എനിക്കൊരു അച്ഛനാവാൻ കഴിയില്ലെന്ന് എല്ലാവരും അറിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ഋതികയെ കല്യാണം കഴിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുമ്പോ ഈ ഒരു കാര്യം പറഞ്ഞ് അമ്മാവൻ എതിരെ നിൽക്കില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും സംഭവിക്കില്ലടാ. ആ സിറ്റുവേഷൻ അത് നമുക്ക് അപ്പ ഹാൻഡിൽ ചെയ്യാം. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണോന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കമ്മ വിശ്വാസ. അമ്മ ഒരു ബുദ്ധിരാക്ഷസിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കാണെങ്കിൽ അമ്മയെ പുകഴ്ത്തി പറഞ്ഞിട്ട് മതിയാവുന്നില്ല. അത്രയ്ക്കേ ഞാനിവിടെ കിടന്ന് വീർപ്പൂട്ടുമായിരുന്നു. അവളും അവളുടെ ഒരു കുഞ്ഞുവാവേ, മനുഷ്യന് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റുമായിരുന്നോ? നേരെ ഇരുട്ടിക്കഴിഞ്ഞാൽ തുടങ്ങും അതിന്റെ നിലവിളി. അതിനൊന്ന് ഉറക്കാനായിട്ട് അടുത്തതിന്റെ പദ്യപരായണാണെങ്കിൽ വേറെ. അത് കഴിഞ്ഞാ പിന്നെ തൂറ്റലായി, പെടുക്കലായി, പിന്നെ കോരലായി. സത്യം പറഞ്ഞ എന്റെ മുറി ഒരു സെപ്റ്റിക് ടാങ്ക് പോലെയായി. എന്തായാലും ആ മുറിന്ന് രണ്ടും ഇറങ്ങിക്കിട്ടിയല്ലോ, അത് മതി തൽക്കാലം. എനിക്കറിയാം അമ്മ ഇതുകൊണ്ടൊന്നും നിർത്തില്ലെന്ന്. അമ്മയുടെ അടുത്ത പരിപാടി അവളെ ഈ വീട്ടിൽ തന്നെ പുറത്താക്കാനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അമ്മേ, ഓരോ മാരണങ്ങളും ഒഴിപ്പിച്ചു വിടുമ്പോ പുതിയ പുതിയ മാരണങ്ങൾ ഇങ്ങനെ വന്ന് കേറിക്കൊണ്ടിരിക്കയല്ലേ. ഇപ്പൊ വന്ന് കേറിയിരിക്കുന്നത് ആ റോഹന. അവൻ നമുക്കിട്ട് നല്ല പണി വെക്കുന്നുണ്ട്. പക്ഷേ അമ്മ അവനെയും പൂട്ടും, മണിച്ചിത്ര താഴിട്ട് പൂട്ടും. ഞാനിത്ര ഉറപ്പിച്ചു പറയാൻ കാരണം എന്താണെന്ന് അമ്മയ്ക്കറിയോ? എന്താ? അവന്റെ ബുദ്ധിയല്ല, എന്റെ അമ്മയുടെ ബുദ്ധി. നമുക്കെതിരെ നീങ്ങുന്ന ഓരോ കരുക്കളെ വെട്ടി വെട്ടി നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. അല്ലേ അമ്മേ? അത് ഞാൻ ഏറ്റു. ഇല്ല മാഡം, ഇനി ഞാനിവിടെ താമസിക്കുന്നില്ല. എന്റെ കുഞ്ഞിനെ അമ്മയും കൂട്ടി ഞാൻ എന്റെ വീട്ടിലേക്ക് പൊക്കോളാം.
എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. ശ്ശേ, ദിവ്യ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ദിവ്യ ഇങ്ങനെ നിരാശപ്പെടല്ലേ. അച്ഛൻ പറഞ്ഞില്ലേ, നമുക്ക് നോക്കാം. അംബിക അമ്മായിയുടെ ഡോക്ടർ കൊണ്ടുവന്ന റിപ്പോർട്ടാണോ അതോ രാജു കൊണ്ടുവന്ന റിപ്പോർട്ടാണോ സത്യം ഒന്ന് അച്ഛൻ തെളിയിക്കും. വേണ്ട മേഡം, ഇനി ഒരു ഭാഗ്യ പരീക്ഷണത്തിനായി ഞാൻ നിൽക്കുന്നില്ല. ഞാൻ ഇനി ഇവിടെ തുടർന്ന അവരെന്നെ ഉപദ്രവിക്കും. എന്റെ കുഞ്ഞ് ദീപകന്റെ അല്ലെന്ന് വരുത്തി തീർക്കാൻ അവരെന്തും ചെയ്യും. അവരൊന്നിനും മടിക്കാത്ത ദുഷ്ടന്മാരാ. ഋതികമ്മയുടെ വർമ്മ സാറും ഒക്കെ നല്ല മനസ്സുള്ളവരാ. പക്ഷേ ഈ വീട്ടിലുള്ള ദീപക് സാറും അംബിക മാഡവും അങ്ങനെയല്ല. അവരൊക്കെ മനസ്സിൽ കള്ളമുള്ള ആൾക്കാരാ. എന്റെ മകൾക്കൊരബദ്ധം പറ്റി. അതിലൊരു കുഞ്ഞും ജനിച്ചു. ഞങ്ങൾ ഈ കുഞ്ഞിനെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. കുഞ്ഞിനെ ഞങ്ങൾ നന്നായി വളർത്തിക്കോളാം. കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും പാത്രം കഴുകിയിട്ടാണെങ്കിലും എന്റെ മോൾ ഈ കുഞ്ഞിനെ വളർത്തിക്കോളും. കുഞ്ഞിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഞങ്ങളെ ദയവ് ചെയ്ത് പോകാൻ അനുവദിക്കണം. അമ്മ ദയവ് ചെയ്ത് ഇങ്ങനൊന്ന് ഋതിക മാഡത്തോട് പറയല്ലേ. മാഡത്തിന് വിഷമാവും. ദിവ്യയും കുഞ്ഞിനെയും ഇവിടെ വർമ്മ സാറിനും യാമിനും മാഡത്തിനും വലിയ ഇഷ്ടാ. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇവരെല്ലാവരും നിങ്ങളുടെ കൂടെ ഇല്ലേ? ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഭയക്കുന്നത്? അത് മാത്രമല്ല, നാളെ എപ്പോഴെങ്കിലും ഈ കുഞ്ഞ് ദീപകിന്റെ ആണെന്ന് തിരിച്ചറിയുമ്പോ അന്ന് വർമ്മ സാറായിരിക്കും ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന. ഒരു മന്ത്രി എന്ന നിലയ്ക്ക് സ്വന്തം മരുമകൻ ചെയ്ത തെറ്റ് കണ്ടുപിടിക്കാനായില്ല എന്ന് പറഞ്ഞ് പൊതുസമൂഹം സാറിനെ വേട്ടയാടും. അതൊരിക്കലും ഉണ്ടാവരുത്. വർമ്മ സാറിന് വേണ്ടി കുറച്ചു നാള് നിങ്ങളൊന്ന് സഹിക്കണം. ഇതെന്റെ ഒരു അപേക്ഷയായിട്ട് സ്വീകരിക്കണം. എന്ത് രാജു, എന്തു പറ്റി? ചെറിയമ്മേ, ഇവരിവിടുന്ന് പോവാണെന്നാ പറയുന്നത്. പോവുന്നോ? എവിടേക്ക്? നിങ്ങൾ എവിടേക്ക് പോവാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതൊരു ധർമ്മത്തിന്റെ പോരാട്ടാ. ഇതിൽ നമ്മൾ ജയിക്കണം. തോറ്റു പിന്മാറുന്ന പ്രശ്നമില്ല. രാജു, ദീപകിന്റെ തന്നെയാണ് ഈ കുഞ്ഞെന്ന് രാജു തെളിയിച്ചിരിക്കണം. അമ്പയെ ചേച്ചിയുടെ ദുർബുദ്ധിക്ക് ഈ കുഞ്ഞ് ഇരയാവുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. നമുക്ക് ആർക്കും പറ്റില്ല. അതെ, അത് തന്നെ യാമിനി മാഡം ഞാൻ ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്ന. ദിവ്യ, നീ എന്നെ സ്വന്തം ചേച്ചിയെ പോലെ കാണണം. നിന്റെ ചേച്ചി നിന്നോടൊരു കാര്യം ചോദിക്കുന്നേ നീ വിചാരിക്കാവൂ. നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഞാൻ നോക്കിക്കോളാം. അമ്മയുടെ മകൾക്ക് ഒരു പോറല് പോലും ഉണ്ടാവില്ല. ഞാനുണ്ട്, ശേഖരേട്ടനുണ്ട്, ഋതുമോളുണ്ട്, രാജു ഉണ്ട്. ഇത്രയും പേര് ഇവിടെ ഇല്ലേ? അകലേ നോവിനാലേ